യേശുവിൽ പ്രിയപ്പെട്ടവരെ, ആദത്തിനും ഹവ്വയ്ക്കും ദൈവം നൽകിയ കൽപ്പന തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിക്കാമെന്നും നന്മ തിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്നുമായിരുന്നു. അത് ഭക്ഷിച്ചാൽ അവർ മരിക്കുമെന്നും പറഞ്ഞിരുന്നു. അതനുസരിച്ച് സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം അവർ ജീവിച്ചു പോന്നു. എന്നാൽ പിശാച് കൗശലപൂർവ്വം നുണകൾ പറഞ്ഞ് അവരെ വഴിതെറ്റിക്കുകയാണ്. നിങ്ങൾ മരിക്കുകയില്ല, പഴം ഭക്ഷിച്ചാൽ നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് ദൈവത്തെ പോലെ ആകും. ഈ നുണകൾ അവർ വിശ്വസിച്ചു, അവർക്ക് വഴിതെറ്റി. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ വഴിതെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ സ്വരം എന്ന രീതിയിൽ അനേകം പേര്, അല്ലെങ്കിൽ ദുഷ്ടാരൂപികൾ നമ്മളെ തേടിയെത്താം. നുണകൾ പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിച്ച് വഴിതെറ്റിക്കാം. ശ്രദ്ധയോടെ കരുതലോടെ ജീവിക്കണം. നിങ്ങൾ ഉടനെ ഒന്നും മരിക്കില്ല. കുറെ നാൾ നിങ്ങൾ ആസ്വദിച്ച് ജീവിക്കുക, പിന്നീട് ഒരുങ്ങി മരിക്കാം. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പേടിക്കണ്ട. മനുഷ്യനല്ലേ, കുറച്ചൊക്കെ വിശ്രമം വേണ്ടേ, സുഖം വേണ്ടേ? ഇങ്ങനെ അനേകം നുണകൾ പിശാച് നമ്മളോട് പറയുന്നുണ്ട്. വിശ്വസിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ സ്വരം തിരുവചനത്തിലൂടെ ശ്രവിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.